ഹലോ ഗൈസ്, ദിസ് ഈസ് മേ ജിപ്സി ഗേൾ. എന്ന് നമ്മൾ ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്, എന്ന് ട്രാവൽ വീഡിയോ അല്ല. സോ ഞങ്ങൾ പാസ്ത ഉണ്ടാക്കാൻ പോവുകയാണ്. എന്ത് പാസ്ത ആണ് അച്ചു? വൈറ്റ് സോസ് ചീസി മഷ്റൂം പാസ്ത. അങ്ങനെ പാസ്ത കഴിക്കണമെന്ന ആഗ്രഹവുമായി ഞാനും അച്ചും സഞ്ചിയും എടുത്ത് സാധനങ്ങൾ വാങ്ങാൻ പുറപ്പെട്ടു. അയ്യോ, കോപ്പിറൈറ്റ് വരും. ദൈവമേ ഗായ്സ്, എന്റെ തൊണ്ടിലെന്ത് പോയി. നമ്മൾ ഇന്ന് എന്താ ചെയ്യാൻ പോകുന്നത്? വൈറ്റ് സോസ് ക്രീമി ചീസി മഷ്റൂം പാസ്ത. നമ്മൾ മാക്രോണിയിലാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അച്ചു ആണ് ഇന്നത്തെ ഷെഫ് ഓഫ് ദി ഹൗസ്. അച്ചു ഡൽഹിയിലായിരുന്നോ പഠിച്ചതൊക്കെ 3 കൊല്ലം ഡിഗ്രി ചെയ്തത്. സോ അപ്പം അവളവിടെ പരീക്ഷണങ്ങൾ, അവളുടെ ബെസ്റ്റ് ഡിഷസിൽ ഒന്നാണ് വൈറ്റ് സോസ് പാസ്ത. അപ്പോൾ എനിക്കും ചീസ് ആൻഡ് പാസ്ത ഇഷ്ടമായതുകൊണ്ട് നമ്മളത് വീട്ടിൽ പ്രിപ്പയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അല്ല അച്ചു? അപ്പം ഞങ്ങളതിൻ്റെ പ്രിപ്പറേഷനിലാണ്. അപ്പോൾ ഇതൊക്കെ അരിഞ്ഞ് വെച്ചിട്ട് നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് അച്ചു? ഇൻഗ്രീഡിയൻസ് നമുക്ക് മഷ്റൂം ഉണ്ട്. പറയണം. മഷ്റൂം ഉണ്ട്, വെള്ളുള്ളി ഉണ്ട്, ചെറുള്ളി ഉണ്ട്, കുറച്ച് സവാള ഉണ്ട്, പിന്നെ ഓർഗാനോ, മൈദ. അല്ല, ഒന്നുകൂടെ പറയാം. അപ്പോൾ നമ്മള് മക്രോണിയാണ് ബേസ് എടുത്തേക്കുന്നത്. പാസ്ത വേണ്ടവർക്ക് പാസ്ത എടുക്കാം. മക്രോണി ഇപ്പോൾ കുക്കറിൽ വെന്തുകൊണ്ടിരിക്കുന്നു. ആൻഡ് നമ്മൾ ടോപ്പിങ്സ് അല്ലെങ്കിൽ അതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നത് മഷ്റൂം ആണ്. ചിക്കൻ വേണമെങ്കിൽ ചിക്കൻ ആഡ് ചെയ്യാം, ആസ് യു വിഷ്. അപ്പം ഞങ്ങൾ കുറച്ച് മഷ്റൂം കണ്ടപ്പോൾ ഓക്കെ യു ക്യാൻ ട്രൈ ഇറ്റ് ഔട്ട് എന്നുള്ള രീതിയിൽ മഷ്റൂം എടുത്തിട്ടുണ്ട്. ആൻഡ് വെളുത്തുള്ളി ഓർ ഗാർലിക്, സബോള അല്ലെങ്കിൽ അനിയൻ, പിന്നെ ചെറിയ ഉള്ളി ഒരു ഫ്ലേവർ, അത് അച്ചുവിൻ്റെ സജഷനാണ്. ആൻഡ് ഉപ്പ്, പെപ്പർ പൗഡർ, ഒറിഗാനോ, ചില്ലി ഫ്ലേക്സ്, മിൽക്ക്, ബട്ടർ, ചീസ്, ഓക്കെ, മുട്ട, എഗ്. ഇതൊക്കെയാണ് ഇപ്പോൾ എടുത്തേക്കുന്നത്. ഓക്കെ, ഞങ്ങൾ ഇത് കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റെപ്പ് കാണിക്കാം. ആദ്യ സ്റ്റെപ്പായിട്ട് നമ്മൾ കുറച്ച് ബട്ടർ ഇട്ടിട്ടുണ്ട്. മഷ്റൂം സോട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പം അതിനുവേണ്ടി നമ്മൾ കുറച്ച് ബട്ടർ ഇട്ടിട്ടുണ്ട്. ആൻഡ് വി ആർ ആഡിങ് ദ മഷ്റൂംസ്. ഓക്കെ, എല്ലാം ഞങ്ങളുടെ ഒരു ഉള്ള അറിവിൽ വെച്ചിട്ട് ഉണ്ടാക്കുന്നതാണ്. വലിയ ഭയങ്കരമായിട്ടുള്ള എന്താ പറയുക കുക്കിംഗ് ഒന്നുമല്ല. ഓക്കെ, പിന്നെ നമ്മളെന്താ ചെയ്യാൻ പോണേ? കുറച്ച് ഉപ്പ്, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ കുറച്ച് പെപ്പറും കൂടെ ഇടാം. പെപ്പർ ലാസ്റ്റ് ഇടാം. അത് ജസ്റ്റ് അതൊരു ടോപ്പിംഗ് പോലെ ഇടാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും വേണ്ടേ, ചുമ്മാ പ്ലെയിൻ പാസ്ത ആവണ്ട എന്ന് വിചാരിച്ചിട്ടാണ് മഷ്റൂംസ് ട്രൈ ചെയ്യാമെന്ന് കരുതിയത്. നെക്സ്റ്റ് എന്താ സ്റ്റെപ്പ് പറയുക വെച്ചു? നമുക്ക് മുട്ട സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം. ഓക്കെ, സ്ക്രാമ്പിൾഡ് എഗ്. അപ്പം നമ്മൾ മുട്ട പൊട്ടിച്ചൊഴിച്ച് സ്ക്രാമ്പിൾ ചെയ്യാൻ പോവാണ്. നമ്മൾ 200 ഗ്രാം എന്താണ് മാക്രോണിയാണ് എടുത്തേക്കുന്നത്. അപ്പം നമ്മൾ 3 മുട്ടയാണ് എടുക്കുന്നത്. ഓക്കെ, പൊട്ടിച്ചൊഴിക്കുകയാണ്. എന്താണ് നമ്മൾ ഇതിൽ ഇട്ടേക്കുന്നത് അച്ചു? നമ്മൾ ഉപ്പും കുരുമുളകും കുറച്ച് ബട്ടർ ഓയിൽ ഇട്ടിട്ടാണ് മുട്ട സ്ക്രാമ്പിൾ ചെയ്യുന്നത്. അപ്പം നമ്മൾ കുറച്ച് ബട്ടറിൽ, നമ്മളെല്ലാം ബട്ടറിലാണ് കേട്ടോ പരിപാടി. എനിക്കും അച്ഛനും ബട്ടർ ഒക്കെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് അത് അധികം ഫ്ലേവർ വേണ്ടാത്തവർക്ക് ഓയിലിൽ ചെയ്യാം. ഞങ്ങളിവിടെ ബട്ടർ എടുക്കുന്നത്. ബട്ടറിൽ ചെറിയ ഉള്ളി, വെളുത്തുള്ളി ആൻഡ് അനിയൻ സോൾട്ട് ചെയ്യാൻ പോവാണ്. കുഞ്ഞു
അരിഞ്ഞത്. ഞാനിവിടെ രണ്ടാമത് മഷ്റൂം ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുക. ആദ്യം എടുത്ത മഷ്റൂം വളരെയധികം കുറഞ്ഞു പോയി. അത് സോർട്ട് ചെയ്ത് വന്നപ്പോഴേക്കും ഭയങ്കരമായിട്ട് ചെറുതായി പോയി. ചെറുള്ളി ഇട്ടു. ഇനി നമുക്ക് വെള്ളുള്ളി ഇടാം. അതൊന്ന് വഴി കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അനിയൻ ഇടാം. കേട്ടല്ലോ, ഇതുപോലെ ഇടണം. ആദ്യം ചെറുള്ളി, പിന്നെ വെളുത്തുള്ളി, പിന്നെ വേണം അനിയൻ ഇടാൻ. ഉപ്പ് മാത്രമേ ആദ്യം വെള്ളുള്ളി ഇട്ടാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്ന വെച്ചാൽ? ഇങ്ങനെ എന്ത് സംസാരിക്കുക? നീ ഭയങ്കരമായിട്ട് പ്രൊഫഷണലായിട്ട് സംസാരിക്കുന്നു. നോർമലായിട്ട് സംസാരിക്കും. ഞാൻ പറയണ പോലെ, വീട്ടിൽ സംസാരിക്കണ പോലെ സംസാരിക്കും. അത് എനിക്ക് നാലാൾക്കാരുടെ പോലെ എനിക്ക് അറിയില്ല. ഇവിടെ കുക്കറിഷിൽ അതിനുശേഷം കുറച്ച് ഉപ്പ് ഇടുക. അതിന്റെ പ്രൊഫഷൻ പോയി. പിന്നെ ഇത് എന്റെ വ്ളോഗാ, അത് നിന്റെ ന്യൂസ് ചാനലല്ല. ചെറിയ ഉള്ളി, സവോള ആൻഡ് ഗാർലിക് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞത് സോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനിയെല്ലാം ഷടപട എന്നാണ് അച്ചു പറഞ്ഞത്. അടുത്ത് നമ്മൾ ചെയ്യുന്നത് കുറച്ച് എന്താ, അയ്യോ, ഗാർലിക് സോട്ട് ചെയ്യാണ്. അയ്യോ പ്രളമായി. ഓക്കെ, നമ്മൾ ഗാർലിക് സോട്ട് ചെയ്യാണ്. അത് ബട്ടറിലാണ് ചെയ്യുന്നത്. അതിൽ മൈദപ്പൊടി ഇടണം. കുറച്ച് മൈദ ഇടാൻ പോവാണ്. എന്നിട്ട് ഇളക്കാൻ പോവാണ്. കിച്ചൺ ഭയങ്കര മെസ്സി ആയിട്ടായിരിക്കുന്നത്. ഞങ്ങൾ ചെയ്തു വന്നപ്പോഴാണ് കുറേ സാധനങ്ങൾ ചെയ്തുകൊണ്ട് വരുമ്പോൾ തികയാതെ വന്നപ്പോൾ ഞങ്ങളൊക്കെ അപ്പം അരിഞ്ഞിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇവിടെ ആകെ കച്ചറയാണ്. അതുകൊണ്ട് അത് ഇഗ്നോർ ചെയ്യുക. അപ്പം നമ്മൾ വെളുത്തുള്ളി മൈദയിൽ പുരട്ടി എടുക്കുന്നു ഗൈസ്. അതാണ് ഇപ്പോൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പാല് വെക്കണേ. ഇനി കുറച്ച് പാല്. ഇത് ഗൈസ് ഭയങ്കര സ്കില്ല് വേണ്ട പരിപാടിയാണ്. മൈദ ഇട്ടത് കൊണ്ട് കട്ടിയാവും. അപ്പോൾ നമ്മളത് ഭയങ്കര സ്കില്ലിൽ ചെയ്യണം. അച്ചു ഭയങ്കര സ്കില്ലോട് കൂടി ആ പരിപാടി ചെയ്തുകൊണ്ടിരിക്കണ ഗൈസ്. പ്രശംസ ഇഷ്ടമല്ല. അതെ, പ്രശംസ എനിക്ക് പണ്ടേ ഇഷ്ടമില്ല. ഇനി ഇതൊന്ന് റെഡിയാക്കിയിട്ട് വരാം. ഓക്കെ, അപ്പം കുറേ പാലൊഴിച്ച് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ മൈദ ഇടുമ്പം ഒട്ടിപ്പിടിക്കാതെ ശ്രദ്ധിക്കുക. പെട്ടെന്ന് തന്നെ പാലും വെള്ളമൊക്കെ ഒഴിച്ച് നല്ലതായിട്ട് ഡൈല്യൂട്ട് ചെയ്തിട്ട് സെറ്റാക്കി എടുക്കുക. ഇപ്പം കണ്ടില്ലേ, പാലട പ്രഥമൻ നമ്മുടെ പാലട പോലെ ഇരിക്കുന്നു അല്ലേ. ചീസ് വേണം. ചീസ് ഫ്രിഡ്ജിലാണ്. ഞാൻ പണിയിലാണ്. അതെ, മഷ്റൂം അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് ഇത്ര പോരല്ലോ. എന്താണ് എത്ര കുറച്ചുകൂടെ പാലാണ്. പാല് അത്യാവശ്യം പാസ്ത ഉണ്ട് ഗൈസ്. അപ്പം നമുക്ക്, ഞാൻ മഷ്റൂമിൻ്റെ പണിയിലാണ്. ഫുള്ളെടുക്കാമല്ലേ? പാലോ അത്ര വേണോ? അത് ഓൾറെഡി കട്ടിപ്പാലാണ്. അധികം നമുക്ക് കട്ടിയാക്കേണ്ടി വരില്ല. മറ്റേ പാല് പോലെ, നമ്മുടെ സാധാ പശും പാല് പോലെ കട്ടിയാക്കേണ്ട ആവശ്യം വരും തോന്നുന്നില്ല. ഇപ്പൊ ഒരു സാധനം ഒഴിച്ചു, അത് നമ്മളോട് ആരോടും പറഞ്ഞില്ല. സീക്രട്ട്. അതായത് മൈദ കുറഞ്ഞു പോയി. അതുകൊണ്ട് ഞാൻ കുറച്ച് മൈദ കലക്കി ഒഴിച്ചു. അവിടെ മൈദ കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അത് നമ്മൾ കുറച്ച് ഇതിലോട്ട് ഒഴിച്ചു. അത് കട്ടിയാവാൻ വേണ്ടിയിട്ടാണ് കുറച്ച്. അതാണ് വൈറ്റ് സോസ് അല്ലേ? അതാണ് നമ്മുടെ വൈറ്റ് സോസ്. ഇതിലേക്ക് കുറച്ച് നമ്മൾ ഉപ്പിടണേ. ഉപ്പിട്ട് കൊടുക്കാം. കുറച്ച് പെപ്പർ എനിക്ക് ഇഷ്ടമായതുകൊണ്ട് ഞാൻ കൂടുതൽ ഇട്ടു. ഓഫ് കോഴ്സ്. ഇനി നമ്മൾ ഒറിഗാനോ. ചില്ലി ഫ്ലേക്സ് നിങ്ങളുടെ എരിവിനനുസരിച്ച്. ഇനി നമ്മളിത് ഇങ്ങനെ ഇളക്കുക. അയ്യോ, അതിന് പുറത്ത് പോകാതെ സൂക്ഷിക്കണം. സൂക്ഷിക്കുക. അതെ, കുറച്ച് വലിയ പാത്രം എടുക്കുക. ഞങ്ങളുടെ അടുത്ത് ഈ ചെറിയ പാൻ ഉള്ളതുകൊണ്ട് ഇതിലാണ് ചെയ്യുന്നത്. ഞാൻ ഇളക്കണോ? ഇത് കുറുകി വന്നിട്ടുണ്ട്. അതെ ഗൈസ്, ഇതിപ്പം കുറുകി വന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. വാവ്, ക്രീമി ആയി. അത് ഇളക്കുമ്പോൾ ഫീൽ ആവുന്നുണ്ട്. നമ്മൾ അതിലോട്ട് ചീസ് പൊട്ടിക്കുന്നത് എങ്ങനെയാണെന്ന് അച്ചു കാണിച്ചു തരും ഗൈസ്. ഗൈസ്, അപ്പം നമ്മൾ ആ ചീസ്, ഒരു സ്ലൈസ് ചീസ് ഇട്ടു. നമ്മൾ ഏകദേശം 1/2 ലിറ്റർ പാലിൻ്റെ അടുത്ത് ഒഴിച്ചിട്ടുണ്ടല്ലേ. അപ്പം 200 ഗ്രാം മക്രോണി ഉണ്ടാക്കുമ്പോൾ ഉള്ളത്തെ അവസ്ഥയാണ്. 1/2 ലിറ്ററിൻ്റെ അടുത്ത് പാല്, 3 മുട്ട സ്ക്രാമ്പിൾ ചെയ്തു. പിന്നെ നേരത്തെ കണ്ടത്ര ഉള്ളിയും വെളുത്തുള്ളിയും.
നല്ല ക്രീമായി തുടങ്ങി. അതിന് എന്താ ചെയ്യണ്ടേ? ഇനി സാധനങ്ങൾ നമുക്ക് കിട്ടണം. സാധനങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ സോർട്ട് ചെയ്ത് വെച്ചാൽ അല്ല ഫസ്റ്റ് നമുക്ക് ഉള്ളിടാം. അപ്പോൾ സോർട്ട് ചെയ്ത സാധനങ്ങൾ അതിലിടാൻ പോവാണ് അതിലോട്ട്. ഓരോന്നായിട്ട് ഇടണം. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഉള്ളിയിട്ട് ഇളക്കൽ. മുട്ട അതിലിടും. മുട്ട അതിലിടാൻ പോവാണ്. അത് ലാസ്റ്റ്. അതാ അത് ടോപ്പിംഗ് വേറെ ഇടാനാ? ഓക്കെ. എനിക്ക് ടോപ്പിങ്സ് മഷ്റൂം വേണം. എനിക്ക് മഷ്റൂം ഇങ്ങനെ ടോപ്പിലിട്ട് ഇങ്ങനെ കടിക്കും. അപ്പം മുട്ടയും ഇതിലിടും. മുട്ട ഇതിലിടാൻ പോവാണ്. അപ്പോൾ ഷീസ് ആഡിങ് ദ മുട്ട. അപ്പോൾ ഏകദേശം റെഡി ആയി. ഇനി നമ്മൾ അതിൽ സോർട്ട് ചെയ്തെടുക്കണം മൈക്രോൺ. അതിനാണ് നമ്മുടെ ചട്ടി അവിടെ വെച്ചിട്ടുണ്ട്. ഇതിലെന്തായാലും തികയില്ല, കാരണം അത്യാവശ്യം പോർഷൻ ഉണ്ട്. ഇളക്കാൻ പറ്റത്തില്ല. ഒരു മിനിറ്റ്. അപ്പം ഇത് ചൂടാക്കട്ടെ. അപ്പം ഞാൻ ഈ ചട്ടി ചൂടാക്കാൻ പോവാം. ചട്ടിയുടെ കോലം നോക്കട്ടെ. കൊല്ലങ്ങളായിട്ട് ഞങ്ങളുടെ വീട്ടിലെ പപ്പടം കാച്ചുന്ന ചട്ടിയാണ്. അപ്പം അങ്ങനത്തെ കറിയൊക്കെ ഉണ്ടാകുന്നത്. ഇതൊന്ന് ചൂടാവട്ടെ, ചട്ടി ചൂടാവട്ടെ. ചട്ടി ഒന്ന് തുടയ്ക്കാം. അപ്പം ഞാൻ ബട്ടർ മൊത്തം ഇടുവാണ്. ഇതിനും വേണ്ട. ഞാൻ അത്യാവശ്യം ബട്ടർ ഇതൊന്നും നോക്കണ്ട കേട്ടോ. ഇതൊക്കെ ആകെ അലങ്കോലമായി. ഞങ്ങളൊരു മെസ്സി കുക്കിംഗ് ആണെന്ന്. ഞങ്ങൾക്ക് തന്നെ അറിയില്ല എന്തൊക്കെ ചെയ്യണമെന്ന്. ഇത് തിന്നും പറയാൻ എന്താ അവസ്ഥ എന്ന്. കുറച്ച് പാലൊഴിക്കാം. ഇതിലോ? ഓക്കെ, എന്നാൽ അതിൽ പാലൊഴിക്കാൻ പോകണം ഗൈസ്, ബട്ടറിൽ. എന്നിട്ട് കാരണം ഇത് നല്ല കുറുകിയിട്ടുണ്ട്. ഒന്ന് ലൂസാക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിത് അങ്ങോട്ട് ഒഴിച്ചോ? അല്ല, ഞാൻ ഒഴിക്കണോ? അല്ല, ഒഴിക്കാൻ പോവാണ് ഇതിൽ. ഇത് കുറേ പോർഷൻ ഉണ്ടോ? ഇല്ല, ഞാൻ എല്ലാം രണ്ടാളും കൂടെയൊക്കെ ഒരുമിച്ച് ഇളക്കാം. ഉപ്പുണ്ടോ? നമ്മൾ ഉപ്പൊക്കെ ടെസ്റ്റ് ചെയ്യണം കേട്ടോ അതിൻ്റെ ഇടയിൽ. അച്ചു Now we are gonna add some macarons. Some അല്ല, 200 grams macarons. അച്ചു മൊത്തം വേണോ? എന്തായാലും വേസ്റ്റാക്കി കളയാൻ പറ്റൂല. മക്രോൺ നമുക്ക് വെറുതെ വറുത്ത് തിന്നാം. ഞാൻ കാണിച്ചു തരാം ഗൈസ്. ഭയങ്കര കഠിന പ്രയത്നത്തിൽ പാസ്ത ഇവിടെ ഇളക്കിക്കൊണ്ടിരിക്കുക. അപ്പം ചീസ് എപ്പോഴും വെച്ചോ? അത് നമുക്ക് അടച്ചു വെക്കണം കുറച്ച് നേരം. ഓക്കെ. അത്യാവശ്യം ഏകദേശം കണക്ക് ഓക്കെ ആണല്ലേ? കുറച്ചുകൂടെ പാലൊഴിക്കണോ? വേണ്ട അല്ലേ? വേണോ? ഇച്ചിരി ഒഴിച്ചാൽ ആ വേവുന്ന സമയത്ത് ഒന്നുകൂടെ കട്ടിയാവില്ലേ? നമുക്ക് ഒഴിക്കാം. അപ്പോൾ ഒരു ഇച്ചിരി കൂടെ പാലൊഴിക്കാം. കുറച്ചൊക്കെ എനിക്കും അറിയാം. അതിപ്പോ നിങ്ങൾ അറിയിക്കാൻ വേണ്ടിട്ട് ഇപ്പൊ പറഞ്ഞതാണോ? അല്ല, എനിക്ക് കുക്കിംഗ് അറിയാം. ഇച്ചിരിയല്ലേ അന്ന് മൊത്തം ഒഴിച്ചോ. ഇനിയിപ്പോൾ അതായിട്ട് കഴിഞ്ഞു, പാല് കഴിഞ്ഞു. കറക്റ്റാണ്. 500 ml പാല്, 500, അതായത് 1/2 ലിറ്റർ പാല്. നമുക്ക് കുറച്ചും കൂടി ചീസാക്കാൻ വേണ്ടി ഒരു സ്പൂൺ ഇനി എന്താ ചെയ്യാൻ പോണേ? നമ്മളൊന്നുകൂടെ വെക്കണം. അത് മൈദ വെള്ളത്തിൽ മിക്സ് ചെയ്തതാട്ടോ ഇപ്പോൾ ഇട്ടത്. ഇനി നമ്മൾ നന്നായിട്ട് അത് മിക്സ് ചെയ്യണം. വാവ്. അപ്പം അടുത്ത സെറ്റ് ചീസ് ആഡ് ചെയ്യാൻ പോവാണ്. ഇനി 2 സ്ലൈസും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ആ 2 സ്ലൈസ് ചീസ് ഇതിലോട്ട് ആഡ് ചെയ്യാണ്. അത് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച്. ഇത് തന്നെ ഇപ്പോൾ ഓക്കെ ആണ്. അത്യാവശ്യം നല്ല ആ സോസ് അടിപൊളിയായിട്ടുണ്ട്. പക്ഷേ ചീസ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ചീസ് ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരായതുകൊണ്ട് ഞങ്ങൾ കുറച്ച് എക്സ്ട്രാ ചീസ്. അങ്ങനെ ചീസ് ഇങ്ങനെ വെടിഞ്ഞ് വരുമെന്ന് അങ്ങനെയൊന്നും അറിയില്ല, അത്രയില്ല. എന്നാലും കുറച്ച് ഫ്ലേവർ കുറച്ചുകൂടെ ചീസി ആയി കിട്ടാൻ. അതാണ് നമ്മുടെ ചീസി മഷ്റൂം വൈറ്റ് സോസ് പാസ്ത. ഓക്കെ. അപ്പം ഞാനിവിടെ ഇപ്പം അത് ഏകദേശം സെറ്റായി വരുന്നു. അതിലോട്ട് അച്ചു ചീസ് എല്ലാം പൊട്ടിച്ചിട്ടിട്ടുണ്ട്. ഇനി കുറച്ച് ഒറിഗാനോ കൂടെ ഇടുവാണ്. ഞാനിവിടെ അതിന് ടോപ്പിങ്ങിനുള്ള മഷ്റൂം
ആദ്യം നമ്മൾ സോർട്ട് ചെയ്ത മഷ്റൂം മൊത്തം അതിൽ ആഡ് ചെയ്തു. ഇനി ഞാൻ അടുത്ത സെറ്റ് ഓഫ് മഷ്റൂം ടോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ആഡ് ചെയ്യുവാണ്. അപ്പോൾ അതിന് ഞാൻ ഇത് ചൂടാക്കി അതിലുള്ള ബാക്കി ബട്ടർ മൊത്തം അതിലിടും. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ചീസ് ലെയർ ചെയ്ത് ഒറിഗാനോ ചില്ലി ഫ്ലേക്സ് ഇട്ടിട്ടുണ്ട്. ഇനി അത് ക്ലോസ് ചെയ്ത് വെക്കാനുള്ള പരിപാടിയാണ്. ഞാനിത് ഇവിടെ ടോപ്പിങ്ങിനുള്ള മഷ്റൂമിൻ്റെ സോർട്ടിങ് പരിപാടിയാണ്. ഇത് മഷ്റൂം ആദ്യമായിട്ട് ഉണ്ടാക്കുമ്പോഴാണ് ഞാൻ അറിഞ്ഞത് ഇത് ചുരുങ്ങിക്കഴിഞ്ഞൊരു തേങ്ങയില്ല. ഇതിൻ്റെ പകുതി പകുതിയുടെ പകുതിയായിട്ട് ഇത് ചുരുങ്ങും ഗൈസ്. അതവിടെ സക്സസ്ഫുള്ളി അടച്ചു വെച്ചു. ഇനി കുറച്ച് ഇതിലോട്ട് ഇട്ടോ, ഞാൻ വീഡിയോ എടുക്കാം. ഇതിലോട്ട് നമുക്ക് കുറച്ച് ഉപ്പ് പെപ്പർ, ഒറിഗാനോ, കുറച്ച് ഒറിഗാനോ. ആ ഒറിഗാനോ കൊള്ളാട്ടോ, മതി. നല്ല ഫ്ലേവർ ഉണ്ട്. എന്താ ചില്ലി ഫ്ലേക്സ് വേണ്ട. അപ്പം ഇതിങ്ങനെ അതിൻ്റെ ഉള്ളിലുള്ള വെള്ളമൊക്കെ പുറത്ത് വരും. ആ വെള്ളമൊക്കെ വറ്റുന്ന വരെയാണ് ഞാൻ സോർട്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. എനിക്ക് കുറച്ചിങ്ങനെ ഒരു ക്രിസ്പി സാധനം, കുറച്ച് ലെയറിങ് കിട്ടണം. കുറച്ച് മൈദപ്പൊടിയുടെ ലെയർ കിട്ടൂലേ? ഞാൻ അങ്ങനെയൊക്കെ പരീക്ഷണങ്ങളൊക്കെ ചെയ്യും. കണ്ടോ ഗൈസ്, ഇങ്ങനെ വെള്ളം വരും അതിൻ്റെ ഉള്ളിലത്തെ ജലാംശമൊക്കെ. അപ്പം അതൊക്കെ നമ്മൾ ഡ്രൈ ആക്കിയിട്ട് നല്ല സോർട്ട് ചെയ്ത് എടുക്കണം. ഞങ്ങളപ്പോൾ അത് സെർവ് ചെയ്യാൻ പോവാണ്. ഗൈസ്, അപ്പം നമ്മൾ പാസ്ത സെർവ് ചെയ്ത് ആൻഡ് മഷ്റൂമൊക്കെ ടോപ്പ് ചെയ്തു. ഇനി കുറച്ച് ഒറിഗാനും കൂടെ ഒരു രസത്തിന്. അപ്പോൾ നമ്മൾ ഒറിഗാനോയും ഒക്കെ ഇട്ടത് ഇവിടെ. പാസ്ത ഈസ് റെഡി ഹിയർ ആൻഡ് ഞങ്ങളും ടയർഡായി ഡണ്ണായി ആൻഡ് വെരി ഈഗർ ടു ഈറ്റ്. ഞങ്ങളത് തുറന്നപ്പോൾ തന്നെ ഞങ്ങൾ രണ്ടുപേരും പറഞ്ഞു, ഈശ്വര കഴിക്കാൻ തോന്നുന്നു, മുട്ടിട്ടായി. ആൻഡ് യെസ് യു ആർ ഗോണ ഈറ്റ്. ഗൈസ്, അപ്പോൾ ഞങ്ങളിത് കഴിക്കാൻ എന്ന ചടങ്ങിലോട്ട് പോവുകയാണ്. അച്ഛൻ ഞാൻ കഴിച്ചോക്കട്ടെ. അയ്യോ ഈശ്വര, കണ്ടിട്ടൊക്കെ നല്ല രസമുണ്ട്. ചൂട് നല്ല ചൂടുണ്ടേ ഉണ്ട്. സോയം അടിപൊളി അടിപൊളി അടിപൊളി, ഒന്നും പറയല്ല. ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയില്ല, നല്ല ടേസ്റ്റ് ഉണ്ട് ഗൈസ്. ഒന്നും പറയല്ല ഗൈസ്, ദിസ് ഈസ് സോ ഗുഡ്. ഐ ലവ് ഇറ്റ്. കള്ളേ, ഇതൊക്കെ എവിടെയായിരുന്നു കഴിവ് പറയണ്ടേ? എന്താ ചെയ്യാ? ഞങ്ങളിത് തീർക്കാൻ പോവാം. അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണുമായിരിക്കും. ബൈ.